ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്. സ്പെഷ്യൽ ദോശ എന്ന് പറഞ്ഞാൽ ഊത്തപ്പം എന്ന് പറയുന്ന ഒരു ദോശയാണ്. അതായത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ദോശയാണ് ഊത്തപ്പം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. എപ്പോഴും നമ്മൾ ഒരേപോലെ ദോശ ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ പാൻ അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കിയിട്ട്, ഞാനിപ്പം കുറച്ച് ഉള്ളി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ കുട്ടികൾക്ക് ഉള്ളി വളരെ ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് ഉള്ളി മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഉള്ളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഉള്ളി കൂടുതലായിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മല്ലിയില ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് അതും ചെയ്യാം. ഞാനിപ്പോൾ മല്ലിയില ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ അടിവശം വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിവശം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ മറിച്ചിടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അടിവശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നമ്മൾ ഈ ദോശ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ദോശമാവ് ഒഴിച്ച് സവാളയും വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ദോശയും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിന് വേണ്ട ഒരു ചട്നി തയ്യാറാക്കുന്നത്, സ്പെഷ്യൽ ചട്നിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ പാൻ അടുപ്പി വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മളിനി സവാളയും പച്ചമുളകും തക്കാളിയും ഇട്ട് വഴറ്റുകയാണ്. സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചട്നിക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഒരുപാട് മൂത്ത് വരേണ്ടതായിട്ടൊന്നുമില്ലെങ്കിലും ചെറുതായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. തേങ്ങയും സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ ചട്നിക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുളകിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അധികം മൂക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിത് അരച്ചു കൊണ്ട് വരാൻ പോവുകയാണ്. ഇപ്പോൾ ചട്ടി അടുക്കി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി അരിച്ചത്, ചെറിയ ഉള്ളിയിൽ നിന്ന് മൂത്ത് വരേണ്ടതായിട്ടുണ്ട്. ചെറിയ ഉള്ളി മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളിയെല്ലാം നന്നിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇനി പിന്നെ തീരേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. നമ്മുടെ ചട്നി ഓൾറെഡി ഇവിടെ റെഡി ആയി കഴിഞ്ഞ്. ഈ ഊത്തപ്പവും ഈ ചട്നിയായിട്ട് കഴിക്കാനായിട്ടും വളരെയധികം ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.